നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അയലമീൻ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ അയലമീനൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട്, അതുപോലെ മീൻ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു മസാല ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയൊരു അയലമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 ടീസ്പൂണ് സാദാ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്. ഇത് അത്യാവശ്യം പുളിയുള്ള ലെമണാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം, ചെറിയൊരു പീസ് മതി ലെമൺ ജ്യൂസ്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു നുള്ളു പെരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഈ ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഫിഷൊക്കെ ഇപ്പോൾ നമ്മളെപ്പോഴും ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ ഉമ്മ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇങ്ങനെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ അയലൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കാം, മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ അയില ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇടാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കണ്ട് ഡീപ്പ് ഫ്രൈ ആവുമൊന്നും വേണ്ട. പിന്നെ ഇനി നമ്മൾ ഇതിൽ തന്നെ മസാല ഉണ്ടാക്കിയിട്ടിട്ട് അതിലൊന്ന് കുക്കാക്കി എടുക്കും. അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ ഓയിലേക്ക് ഞാനൊരു 10 ചെറിയുള്ളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് അത് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള കൂടെ ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 2 ആഴ്ച മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കാരണം ഇപ്പോഴും ഇത് ഒരു കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന സ്പൂൺ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ളത് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കി വെക്കുക. അപ്പോൾ കൂടുതൽ കാലം കേടുവരാതിരിക്കും. പിന്നെ ഇത് ഐസ് ക്യൂബ്സ് ആയിട്ടും സൂക്ഷിക്കുക, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇത് നന്നായിട്ട് വാടി നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വരണം. നല്ല ബ്രൗൺ കളറാവണം. അപ്പോഴാണ് നമ്മുടെ ഈ മസാല മീനിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു 3 ഗാർലിക്കും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്തിട്ടിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണിത്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം പുളിയുടെ വെള്ളമാണ്. അത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അയില ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് മസാല നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് മസാല ഒക്കെ ഇതിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെക്കാം. ഈ മസാല ഒക്കെ നന്നായിട്ട് ഈ ഫിഷിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.